നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പുലമൺതോട് ശുചീകരണത്തിന്റെ ഭാഗമായി സംഘാടക സമിതി ചേർന്നു. മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് പുലമൺതോട് നവീകരിക്കുന്നതിനും ശുചീകരിക്കുന്നതിനുമുള്ള സംഘാടക സമിതി ചേർന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലിന്റെ അധ്യക്ഷതയിലാണ് സമിതി ചേർന്നത്. മാലിന്യമുക്തം നവകേരളം വീണ്ടെടുക്കാം പുലമൺതോട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കൊട്ടാരക്കര ബ്രദറാൻ ഹാളിൽ നടന്ന ചടങ്ങിൽ നവകേരള മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ, കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ SR രമേശ്, ജില്ലാ കളക്ടർ N ദേവിദാസ്, റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു IPS, ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണർ യാസ്മിൻ റഷീദ്, മറ്റ് തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. കഴിഞ്ഞ 10-20 വർഷക്കാലമായി കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്തോടുകൂടി MC റോഡിന് സമാന്തരമായി ഒഴുകുന്ന പുലമൺതോട് ഏറെ മലിനമാക്കുന്ന പദ്ധതിയാണ്. എന്റെ കാരണം നമ്മൾ തന്നെയാണ്. കൊട്ടാരക്കരയെ സംബന്ധിച്ചുള്ള എല്ലാ മാലിന്യങ്ങളും, കൊട്ടാരക്കര പട്ടണത്തെ സംബന്ധിച്ചുള്ള മാലിന്യങ്ങൾ ഇന്ന് ഒഴുകിയെത്തുന്നത്, ഏറെക്കുറെ ഒഴുകിയെത്തുന്നത് പുലമൺതോട്ടിലാണ്. അത് ദ്രവമാലിന്യമാകട്ടെ, ജീവമാലിന്യമാകട്ടെ, അജൈവമാലിന്യമാകട്ടെ, എല്ലാ മാലിന്യങ്ങളും ഡംപ് ചെയ്യുന്ന കേന്ദ്രമായി പുലമൺതോട് മാറിയിട്ട് വർഷങ്ങളായി. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വിവിധ വിഭാഗങ്ങളുടെയും നഗരസഭയുടെയും ഒക്കെ ഇടപെടലിന്റെ ഭാഗമായി ഒരു ചെറിയ മാറ്റം പുലമൺതോടിന്റെ സ്ഥിതിയിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5-6 വർഷക്കാലം മുമ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതോട് ശുചീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനും ആവശ്യ പദ്ധതികളിൽ മണ്ണൊക്കെ എടുത്ത സംഗതിയെ നമുക്ക് ഓർമ്മയുണ്ടാവും. അന്ന് അതും വിവാദങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ആളുകൾ ശ്രമിച്ചത്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് എല്ലാ നല്ല കാര്യങ്ങൾക്കും അതിനിടയിൽ എന്ത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്ന് ആലോചിക്കുന്നതാണ് മഹാഭൂരിപക്ഷമാണെങ്കിൽ. അന്ന് വിവാദമുണ്ടായി നിർത്തിവെച്ചു. പിന്നീട് പുലമൺതോടിനെ പറ്റി ചർച്ച നടക്കുന്നത് പത്രവാർത്തകളെല്ലാം പോലെ നഗരത്തിന്റെ തീരങ്ങളിലെ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന കാര്യം നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വീടുകളിലും വലിയ കുന്നും തോട്ടങ്ങളുള്ള ഒരു സ്ഥലമാണ്. വെള്ളം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഉണക്ക് വരുമ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ റീചാർജ് വഴി വെള്ളം സംഭരിക്കാം. വളരെ വീടുകളിലെ വെള്ളം സംഭരിക്കാത്ത സംവിധാനം. രണ്ടാമത് കാർഷിക മേഖല. കാർഷിക മേഖലയിൽ പുതിയ കൃഷിരീതികൾ, നിലവിലുള്ള കൃഷിക്ക് കൂടുതൽ ഉത്പാദനം ഉണ്ടാവുന്ന കാര്യങ്ങൾ, കൃഷി വഴി കൂടുതൽ വരുമാനം കിട്ടാൻ നമ്മുടെ പുതിയ തലമുറയോട് പ്രാപ്തമാക്കാൻ കഴിയുന്ന ഏറ്റവും സമ്പന്നമായ കാർഷിക മേഖലയുള്ള കൊട്ടാരക്കരയിൽ അതിനുവേണ്ടി സജീവമായ പ്രവർത്തനങ്ങൾ എടുക്കുക. അതിന് കൃഷി വകുപ്പുമായി ചേർന്നുള്ള ധാരാളം പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത് ഏറ്റവും പ്രധാനം നമ്മുടെ ഇന്നത്തെ ഈ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പരിപാടികളുടെ ഭാഗമായിട്ടുള്ള മാലിന്യമുക്തമായിട്ടുള്ള ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. അത് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗം തന്നെയാണ്. അതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാൻ ആലോചിച്ചു. കൊട്ടാരക്കരയിൽ നമുക്ക് കൊട്ടാരക്കരയിൽ വെച്ച് തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പരിപാടികൾ ഉദ്ഘാടനം എന്ന് സംസ്ഥാന തലത്തിൽ ആലോചിക്കുന്നതിന് കാരണമായതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എഴുതിപ്പെടുത്തിയിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയും 2 പഞ്ചായത്തും ചേരുന്ന ഒരു മേഖലയിൽ കൂടിയാണ് 20-22 കിലോമീറ്ററോളം ദൂരത്തിൽ മീൻപിടിപ്പാറ എന്ന് പറയുന്ന ആ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് കല്ലടയാറിലേക്ക് പോകുന്ന പുലമൺതോട് ഒഴുകുന്നത്. നീളം വളരെ അധികമില്ല, അല്ലെങ്കിൽ 22 കിലോമീറ്റർ ഉണ്ടെങ്കിലും ഇത്രയും സ്ഥലം മനോഹരമായ സ്ഥലങ്ങളിൽ കൂടി, അതായത് MC റോഡിന്റെ സൈഡിൽ കൂടി അങ്ങുവരെയും ഒഴുകുന്ന കൊട്ടാരക്കരയുടെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലം ഒഴുകുന്നത് മാത്രമല്ല, മുഴുവൻ നമ്മുടെ സാംസ്കാരികമായി ബന്ധപ്പെട്ട, നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട ഒരു വികസനത്തിന്റെ എല്ലാം അടിസ്ഥാനമായ പുലമൺതോട് ആകെ തകർന്ന, അല്ലെങ്കിൽ അത് തലപ്പൊട്ടൊക്കെ കിടക്കുന്നു നമുക്കറിയാം. കുറേയേറെ പ്രവർത്തനം നേരത്തെ നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇറിഗേഷൻ വകുപ്പ് ടെൻഡർ ചെയ്തിരുന്നു. മുൻപ് ശ്രീ ഐഷാപതി MLA സമയത്ത് അവിടെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയിരുന്നു. തോട് വൃത്തിയാക്കി. എന്നാൽ
സ്കൂളുകളും കോളേജുകളടക്കമുള്ള വിദ്യാർത്ഥികളിലേക്ക് അവയർനെസ് വരണം. മാലിന്യം വഴിനീളം കാണുന്നത് വെളിച്ചെറിയുന്നതല്ല നമ്മുടെ സ്വഭാവമാകേണ്ടത് എന്ന ബോധം സ്കൂളുകളിൽ നിന്ന് വന്നാൽ അവിടെ തന്നെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കും. സ്കൂളുകളിലെ കുട്ടികൾ മുതൽ എല്ലാവരെയും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന വളരെ വലിയൊരു പരിപാടിയാണ് നമ്മുടെ കൊട്ടാരക്കരയിൽ ഈ ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന തലത്തിൽ നിർവഹിക്കുന്ന ഉദ്ഘാടന പരിപാടി മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയിട്ട് കൊട്ടാരക്കരയിൽ പുലമത്തോടിന്റെ മാലിന്യ നിർമ്മാർജ്ജനം ആ ജലനിർമ്മല ചാല് ഏറ്റവും മനോഹരമാക്കുകയും അതിന്റെ പരിസരം തീരസംരക്ഷണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏറ്റെടുത്തിട്ട് പലവിധങ്ങളായിട്ടുള്ള പല പ്രശ്നങ്ങളും അവിടെ നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തികച്ചും മാതൃകാപരമായിട്ടുള്ള ആ ജനകീയ ദൗത്യം ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് നടപ്പാക്കേണ്ടിയിരിക്കുന്നു. അതിന് തുടർച്ചയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വളരെ അനുഭവവേദ്യമായിട്ടുള്ള സമഗ്ര കൊട്ടാരക്കര എന്ന പദ്ധതി വളരെ വിജയപ്രദമായിട്ടുള്ള നടപ്പാക്കിയിട്ട് അതിന്റെ നല്ല പുരോഗതികളും കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഈ മാലിന്യമുക്ത നവകേരളം പദ്ധതിയും ഏറ്റവും മികച്ച നിലയിൽ നമ്മുടെ ജില്ലയിൽ നടപ്പാക്കേണ്ടിയിരിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള ആലോചനകളും ഔദ്യോഗികമായിട്ടും സന്നദ്ധ പ്രവർത്തകരുടെ പങ്കാളിത്തവും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ സഹകരണമൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസും അതുപോലെ തന്നെ മറ്റ് യൂണിഫോം ഫോഴ്സും ഇതിന്റെ ഭാഗമാകണമെന്നാണ് സൂചിപ്പിച്ചത്. സർക്കാരിന്റെയും ലക്ഷ്യം അത് തന്നെയാണ്. ആ രീതിയിൽ വലിയ തോതിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് ഇത് വലിയ വിജയപ്രദമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം എന്ന് മാത്രം നിർദ്ദേശിച്ചുകൊണ്ടും ഇതിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും വിജയവും ആശംസിച്ചുകൊണ്ടും നിർത്തുകയാണ്. തുടർച്ചയായി എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും 7 പഞ്ചായത്തുകളിലും കൊട്ടാരക്കര നഗരസഭയിലും ശില്പശാലകൾ നടത്തുകയും വികസന നിർദ്ദേശങ്ങൾ പ്രൊജക്റ്റുകൾ എന്ന നിലയിൽ അത് ലിസ്റ്റാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ജനകീയ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ വേദിയായിട്ട് കൊട്ടാരക്കര നഗരസഭ മാറുന്നു. കൊട്ടാരക്കര നഗരസഭയിലും മഞ്ഞക്കുളക്കര പഞ്ചായത്തിലുമായിട്ട് ഒഴുകുന്ന പുലമൺതോടിന്റെ വീണ്ടെടുപ്പ് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം എന്ന നിലയിൽ കൂടി കണ്ടുകൊണ്ടും അതോടൊപ്പം കൊട്ടാരക്കര നഗരത്തിന്റെ ഹരിതവൽക്കരണം എന്ന് പറയുന്ന കേരളത്തിലെ എല്ലാ ടൗൺഷിപ്പുകളും 2025 മാർച്ച് 30 ആകുമ്പോഴേക്കും സൗന്ദര്യവൽക്കരിക്കണം, ഹരിതവൽക്കരിക്കണം എന്നാണ് സർക്കാരിന്റെ തീരുമാനം. ബഹുമാനികളായിട്ടുള്ള മന്ത്രിമാർ, ജനപ്രതിനിധികൾ, MLA-മാർ, MP-മാരടക്കമുള്ള ജനപ്രതിനിധികൾ, തദ്ദേശഭരണ സ്ഥാപന അധ്യക്ഷർ, അതുപോലെ തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന 1200 ഉദ്ഘാടനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ഘാടനം എന്ന നിലയിലാണ് സംസ്ഥാനതല പരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ നിർവഹിക്കുന്നത്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനൊരു സമഗ്രതയുണ്ട്. കാരണം ഈ മണ്ഡലത്തിന്റെ ആകെ തന്നെ പ്രവർത്തനം പരിശോധിച്ച് നോക്കുമ്പോൾ കൃഷിയുടെ കാര്യത്തിൽ, ജലസംരക്ഷണത്തിന്റെ കാര്യത്തിൽ, മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലൊക്കെ മറ്റു പല തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യവും അതിന്റെ അനുഭവവും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കൊട്ടാരക്കര നഗരസഭ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇനിയാണൊഴുകട്ടെ എന്നൊരു പദ്ധതി എടുത്തപ്പോൾ, പുഴകളുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതി എടുത്തപ്പോൾ പാണ്ടിവയത്തോട് എന്ന് പറയുന്ന മലിനമായി കിടന്നിരുന്ന തോട് വീണ്ടെടുത്ത് ജനകീയമായി വീണ്ടെടുത്ത് 30 വർഷമായി തരച്ചു കിടന്ന കൃഷിയിടങ്ങളിൽ കൃഷി തിരിച്ചു കൊടുക്കുന്ന അനുഭവം കൊട്ടാരക്കര നഗരസഭയ്ക്കുണ്ട്. ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ 2-ാം തീയതി CM തന്നെ നേരിട്ട് കൊട്ടാരക്കരയെത്തി ഈ ശുചിത്വ കേരള മിഷന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു മിഷന്റെ തലസ്ഥാനം കൊട്ടാരക്കരയ്ക്ക് മാറ്റിയെന്നും ആണ് നമ്മൾ മനസ്സിലാക്കിയത്. നമുക്കറിയാം, പുലമൺതോടിന്റെ നവീകരണം, പുലമൺതോട് വളരെയധികം മോശമായ ഒരവസ്ഥയിൽ, വളരെ പൊരുത്തപ്പെടാനുള്ള ഒരവസ്ഥയിലാണ് ഇന്നത്തെ അവസ്ഥ. നമുക്കറിയാം, നമ്മുടെ ചരിത്രം പഠിച്ച നദീ
ഏരിയകളും തൊടുകളൊക്കെയാണ് ജനവാസ കേന്ദ്രത്തിൽ ലഭ്യമായ സ്ഥലങ്ങൾ അതിൻ്റെ സൈറ്റുകൾ. ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ ഒരു ദൈവത്തിൻ്റെ സ്ഥാനമാണ് പുഴ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പുഴ നശിപ്പിക്കുന്ന പ്രവണതയാണ് ഇവിടെ കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലാം കാണുന്നത്. നമ്മുടെ ഇന്ന് ഈ പ്രോജക്റ്റ് 2-ാം തീയതി തുടങ്ങുന്ന ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ പുഴ തോടിൻ്റെ നവീകരണം, തോടിൻ്റെ ശുചീകരണം മാത്രമല്ല, അതിനോടനുബന്ധിച്ച് വാക്വേ ഉണ്ടെന്ന് നമ്മുടെ സഹോദരൻ പറഞ്ഞ ചെയർമാൻ പറഞ്ഞു. വാക്വേ കൂടാതെ വൃക്ഷത്തൈകൾ പിടിപ്പിക്കുക. അപ്പോൾ മൾട്ടി ടാസ്കാണ്. നമുക്കറിയാം നമ്മുടെ വായുവും മണ്ണും ഒക്കെ ഉണ്ടാകുന്ന പ്രധാന ഒരു കാരണം ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഷനാണ്. വളരെയധികം ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ തള്ളുന്ന പുറത്തുള്ള മാലിന്യം, ഡിഗ്രേഡഡ് ആയിട്ടുള്ള മാലിന്യങ്ങൾ നമ്മൾ കമ്പോസ്റ്റുകളാക്കി മാറ്റി കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഷന് ഒരു പരിധി മാറ്റാൻ നമുക്ക് സാധിക്കും. പോപ്പുലേഷൻ കൂടുതൽ സംസ്ഥാനമാണ് കേരളം. വിസ്തൃതി വളരെ കുറവ്, പോപ്പുലേഷൻ വളരെ അധികമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ ആധിക്യം വളരെ അധികമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അന്തരീക്ഷവും മണ്ണും ഒക്കെ പൊല്യൂഷനുള്ള സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മൾ ഈ മാലിന്യമുക്തമായ കേരളം ആ ഒരു ഉദ്ദേശത്തോടാണ് ഓരോരുത്തരും അതിൽ ഭാഗമാക്കാണ്. അതുപോലെ സിനിമകൾ പറഞ്ഞതുപോലെ എല്ലാ സർക്കാർ ഓഫീസുകളും എല്ലാ സ്കൂളുകളും എല്ലാ സ്ഥാപനങ്ങളും ഈ മാലിന്യ മുക്തമാക്കാൻ വേണ്ടി ശ്രമിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം 2-3 മണിക്കൂർ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി ആ ഒരു ഉദ്യമം എല്ലാ ദിവസവും എല്ലാ ആൾക്കാരും പങ്കെടുക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമ്മളൊരു ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ സാധിക്കുള്ളൂ. ഈ ഒരു മഹത്തായ കാര്യത്തിന്, മഹത്തായ ഒരു കൃത്യത്തിന് എല്ലാവിധ സഹായം വാഗ്ദാനിച്ചുകൊണ്ട് ഞാൻ പോലീസ്